വയനാടിന് സഹായം പ്രഖ്യാപിച്ച് ഗൗതം അദാനിയും എം യൂസഫ് അലിയും. സെയിം ടാരിഫില് 5 കോടി വീതം നൽകി വയനാട് ഉരുൾപൊട്ടല് ദുരന്തത്തെ മറികടക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കരുത്തേകി വ്യവസായ പ്രമുഖര്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം യൂസഫ് അലി, പ്രമുഖ വ്യവസായി രവി പിള്ള, കല്യാണ ജ്വല്ലേഴ്സ് ഉടമ കല്യാണ രാമന് എന്നിവര് 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കൂടാതെ KSFI 5 കോടി രൂപയും കാനറ ബാങ്ക് 1 കോടി രൂപയും KMML 50 ലക്ഷം രൂപയും വനിത വികസന കോർപ്പറേഷന് 30 ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകി. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി EV വേലു ഓഫീസിലെത്തി കൈമാറി. തമിഴ് ചലച്ചിത്ര നടന് വിക്രം 20 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ടിബറ്റന് ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടല് ഉണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ മേൽനോട്ടത്തില് വസ്ത്രവും ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരില് സന്നദ്ധ സംഘടനകളുടെ പേരിലടക്കം ഒറ്റയ്ക്കും കൂട്ടായും പണപ്പിരിവും ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള വസ്തുക്കളുടെ ശേഖരണം നിർത്തിവെക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തില് അത് ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് അതില് പങ്കാളികളായവര് അതിൽ നിന്ന് പിന്മാറണം. ശേഖരിച്ച വസ്തുക്കള് അതത് ജില്ലകളിലെ കളക്ടറേറ്റുകളിലേക്ക് കൈമാറണം. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാല് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം യൂസഫ് അലി 5 കോടി സഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തില് അറിയിച്ചു. പ്രമുഖ വ്യവസായി രവി പിള്ള, കല്യാണ ജ്വല്ലേഴ്സ് ഉടമ കല്യാണ രാമന് എന്നിവര് 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കൂടാതെ KSFI 5 കോടി രൂപയും കാനറ ബാങ്ക് 1 കോടി രൂപയും KMML 50 ലക്ഷം രൂപയും വനിത വികസന കോർപ്പറേഷന് 30 ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകി. മുഖ്യമന്ത്രി പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി EV വേലു ഓഫീസിലെത്തി കൈമാറി. തമിഴ് ചലച്ചിത്ര നടന് വിക്രം 20 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ടിബറ്റന് ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓള് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. വയനാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാര് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള്, അങ്ങനെ ആരോരുമില്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യര്. ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിതം എന്ന് വിറങ്ങലിച്ചു നിൽക്കുന്നവരാണ് ഏറെയും. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും ആ നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ചിറങ്ങേണ്ടതുണ്ട്. എല്ലാത്തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ ആ നാടിനൊപ്പമാണ്. എങ്കിലും ഒരു ആയുസ്സിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഉരുൾപൊട്ടല് ഉണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ മേൽനോട്ടത്തില് വസ്ത്രവും ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ്. സന്നദ്ധ സംഘടനകളുടെ പേരിൽ അടക്കം ഒറ്റയ്ക്കും കൂട്ടായും പല സ്ഥലങ്ങളായി നടക്കുന്ന പണപ്പിരിവും ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള വസ്തുക്കളുടെ ശേഖരണം നിർത്തിവെക്കണം. ഈ ഘട്ടത്തിൽ അത് ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് അതില് പങ്കാളികളായിരിക്കുന്നവര് അതിൽ നിന്ന് പിന്മാറണം. ശേഖരിച്ച വസ്തുക്കള് അതത് ജില്ലകളിലെ കളക്ടറേറ്റുകളിലേക്ക് കൈമാറണം. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാല് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കും. മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിലെ സർവവും നഷ്ടമായ വയനാടിന് കൈത്താങ്ങായുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് മലയാള സിനിമാ മേഖലയും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായം എത്തിക്കാനായി
DYFI ആരംഭിച്ച കളക്ഷന് സെന്ററിലെ സജീവ പ്രവർത്തനത്തില് നടി നിഖില വിമല് പങ്കാളിയായി. തളിപ്പറമ്പില് സജ്ജമാക്കിയ കളക്ഷന് സെന്ററില് രാത്രി ഏറെ വൈകിയും നിഖില വിമല് തുടർന്നു. സാധനങ്ങള് പാക്ക് ചെയ്തും മാർക്ക് ചെയ്തും നിഖില കളക്ഷന് പോയിന്റിലുണ്ടായിരുന്നു. നേരത്തെ മമ്മൂട്ടി, മോഹൻലാല്, മഞ്ജു വാര്യര്, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ബേസില് ജോസഫ്, ഉണ്ണി മുകുന്ദന് തുടങ്ങിയ താരങ്ങളും വയനാടിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നു. കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തില് സുരക്ഷയും ജാഗ്രതയും പാലിക്കാന് ശ്രമിക്കണം എന്ന് മമ്മൂട്ടിയും മോഹൻലാലും ആവശ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കൺട്രോൾ റൂം നമ്പറുകളും താരങ്ങളുടെ ഫേസ്ബുക്ക് പേജില് പങ്കുവച്ചിട്ടുണ്ട്. താരസംഘടനയായ അമ്മയുടെ ഈ വിവരങ്ങള് പങ്കിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് ടൊവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം അപ്ഡേറ്റ് മാറ്റിവെച്ചിരുന്നു. ഉരുൾപൊട്ടല്, മഴ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മുന്നറിയിപ്പുകളും ടൊവിനോ പങ്കുവച്ചിട്ടുണ്ട്. വയനാട് പ്രകൃതി ദുരന്തത്തില് ജീവന് നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികള് നേരുന്നതായി ഉണ്ണി മുകുന്ദന് അറിയിച്ചു. കുടുംബങ്ങളുടെ ദുഃഖത്തില് പങ്കുചേരുന്നു. രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ദുരന്തത്തെ നേരിടാന് നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാന് ഓരോരുത്തരും ശ്രമിക്കുക എന്നും ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടു. മഞ്ജു വാര്യര് ചിത്രം ഫൂട്ടേജിന്റെ റിലീസ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് പുറപ്പെടുവിച്ച മിക്ക മുന്നറിയിപ്പുകളും താരം തന്റെ പേജില് പങ്കുവച്ചിട്ടുമുണ്ട്. കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങള് ശേഖരിക്കുന്നതിന്റെ പോസ്റ്ററും മഞ്ജുവിന്റെ പേജിലുണ്ട്. ജാതിമതഭേദമന്യേ സർവ മനുഷ്യരും വയനാടിനായി കൈകോർക്കുകയാണ്. ഇന്നലെ ഷെഫ് പിള്ള ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറന്റില് നിന്ന് രക്ഷാപ്രവർത്തകർക്കും മറ്റുമായി 1000ഓളം പേർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, എഐവൈഎഫ് എന്നീ യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി സഹായങ്ങള് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം, ബിസ്ക്കറ്റ്, ബ്രെഡ് പോലുള്ള ഭക്ഷണ സാമഗ്രികള്, സാനിറ്ററി നാപ്കിന്, ഡയപ്പറുകള്, വസ്ത്രങ്ങള്, പുതപ്പ് അടക്കമുള്ള വസ്തുക്കളാണ് ഇവര് ശേഖരിച്ച് ക്യാമ്പുകളിലെത്തിക്കുന്നത്. അതിനിടെ വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിച്ചു. 4 സംഘങ്ങളായി 150 സൈനികരുടെ നേതൃത്വത്തിലാണ് ഇനി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക. നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നവര് നിങ്ങളുടെ മതക്കാരല്ല, നിങ്ങളുടെ അച്ഛന്റെ പാർട്ടിക്കാരല്ല. ഇതുകണ്ട് നിങ്ങള് വളരുക. ഹൃദയം തൊടുന്ന കുറിപ്പുമായി സുജാത മോഹൻ. വയനാട്ടിലെ ഉരുൾപൊട്ടല് ദുരന്തത്തിനിരയായവർക്കും രക്ഷാപ്രവർത്തകർക്കും ഹൃദയം തൊടുന്ന കുറിപ്പുമായി മലയാളിയുടെ പ്രിയ ഗായിക സുജാത മോഹൻ. നിങ്ങളെ ഇന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നവർ നിങ്ങളുടെ മതത്തിലുള്ളവരോ നിങ്ങളുടെ അച്ഛന്റെ പാർട്ടിക്കാരോ നിങ്ങളുടെ ചോരയോ അല്ലെന്നും സഹജീവികളെ സ്നേഹിച്ച് നിങ്ങള് വളരണമെന്നും സുജാത ഫേസ്ബുക്ക് കുറിപ്പില് ഓർമ്മിപ്പിച്ചു. നിങ്ങള് വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അല്ല, നല്ലൊരു മനുഷ്യനാവണമെന്ന് പറയണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ആനോള എന്നയാളുടെ കുറിപ്പാണ് സുജാത മോഹൻ പങ്കുവെച്ചത്. ചെറിയ കുട്ടികൾക്ക് മുലപ്പാല് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എന്റെ ഭാര്യ റെഡിയാണ്. പൊതുപ്രവർത്തകന്റെ സന്ദേശം ചേർത്തുപിടിച്ച് സമൂഹ മാധ്യമങ്ങള് വയനാട്ടിലെ ദുരന്ത ഭൂമിയില് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയും സഹായങ്ങള് കൈമാറിയുമെല്ലാം പരസ്പരം കൈകോർക്കുകയാണ് ഓരോരുത്തരും. കരള് പിളർത്തുന്ന കാഴ്ചകൾക്കിടയിലും സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായ നിരവധി കഥകളാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയില് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളില് പങ്കാളികളാകുമ്പോൾ വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളില് ചർച്ചയാകുന്നത്. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എന്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ വാട്സ്ആപ്പ് മെസ്സേജിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചത്. പലരും പൊതുപ്രവർത്തകന്റെ പേര് മറച്ച് സന്ദേശം സമൂഹ മാധ്യമങ്ങളില് പങ്കുവച്ചു. ചേർത്തുപിടിക്കലിന്റെ വിവിധ മാതൃകകള് നമുക്ക് മുമ്പില് വരുമ്പോൾ നമ്മളെങ്ങനെ തോറ്റുപോകാനാണെന്നാണ് പലരുടെയും ചോദ്യം. ഇവരെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ലെന്നും ചിലർ കുറിക്കുന്നു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുണ്ടക്കൈയിലെത്തിയ മന്ത്രിമാരോട് പ്രദേശവാസികള് കയർത്തു. മേപ്പാടിയിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് വാഹനങ്ങള് കയറ്റുന്നില്ലെന്ന് ആരോപിച്ചാണ് വാക്കേറ്റമുണ്ടായത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി അബ്ദുറഹിമാൻ, കെ ശശീന്ദ്രൻ എന്നിവരോടാണ് പ്രദേശവാസികള് കയർത്തത്. ഭക്ഷണവണ്ടികൾ ഉൾപ്പെടെ പോലീസ് തടഞ്ഞുവെന്ന് ആരോപിച്ചായിരുന്നു വാക്കേറ്റം. 9 മന്ത്രിമാർ വയനാട്ടിലുണ്ട്. 2 ടീമായി പ്രവർത്തനം ഏകോപിപ്പിക്കും.
കൺട്രോൾ റൂമുകളിലെ മന്ത്രിമാർ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകി. കൂടുതൽ ഫോറൻസിക് ഡോക്ടർമാരെ നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മൈസൂരുവിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കി ഇരിട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. ബംഗാൾ ഗവർണർ സിസ്റ്റർ വി ആനന്ദ ബോസ് മേപ്പാടിയിലെത്തി. വയനാട് ദുരന്തം ലോക്സഭ വൈകിട്ട് ചർച്ച ചെയ്യും. അതേസമയം ദുരിതബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനായി 4 സംഘങ്ങളായി 150 പേര് ഇന്ന് മുണ്ടക്കയിലെത്തി. അത്യാവശ്യമായി കുടിവെള്ളം എത്തിക്കണമെന്ന് രക്ഷാപ്രവർത്തകര് ആവശ്യപ്പെട്ടു. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തിച്ചും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാത്തത് രക്ഷാപ്രവർത്തനത്തിനു പ്രതിസന്ധിയാണ്. മുണ്ടക്കൈ ഭാഗത്ത് 50-ലധികം വീടുകൾ തകർന്നിട്ടുണ്ട്. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാര് പറഞ്ഞു. 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3069 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് ഉച്ചയോടെ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. അതേസമയം വയനാട് ഉരുൾപൊട്ടലില് മരിച്ചവരുടെ എണ്ണം 175ആയി. ഇതിലെ 89 പേരെയാണ് തിരിച്ചറിഞ്ഞത്. മലപ്പുറം ജില്ലയിലെ മുണ്ടേരി, പോത്തുകല്ല് ഭാഗങ്ങളിലെ ചാലിയാർ തീരങ്ങളിൽ നിന്ന് ഇന്ന് ഇതുവരെ 15 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. ഇതില് 4 പുരുഷന്മാരും 6 സ്ത്രീകളും ഉൾപ്പെടും. 4 പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത്. 1 തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ്. ഇന്നലെയും ഇന്നുമായി 72 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. മേഖലയില് തിരച്ചില് തുടരുകയാണ്. ഉരുൾപൊട്ടലില് 225 പേരെ കാണാതായെന്നാണ് ഔദ്യോഗിക കണക്ക്. റവന്യൂ വകുപ്പാണ് കണക്ക് പുറത്തുവിട്ടത്. 191 പേരാണ് ചികിത്സയിലുള്ളത്. 2019 പ്രളയകാലത്ത് നൌഷാദ് എന്ന വഴിയോര കച്ചവടക്കാരനായ സാധാരണക്കാരനായ ആ മനുഷ്യൻ ചെയ്ത നന്മ മലയാളക്കര മറന്നുകാണില്ല. പ്രളയത്തില് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായി ലാഭനഷ്ടം നോക്കാതെ തന്റെ കയ്യിലുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊടുത്ത മനുഷ്യനാണ് കൊച്ചിയിലെ നൌഷാദ്. ഇപ്പോഴിതാ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കും തന്നാലാവുന്ന സഹായം ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് നൌഷാദ്. പുത്തൻ വസ്ത്രങ്ങള് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി നൽകിയിരിക്കുകയാണ് നൌഷാദിക്ക. ചാക്ക് നിറയെ പുതിയ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്ന നൌഷാദിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയില് വൈറലാണ്. പ്രളയകാലത്തും വില നോക്കാതെയാണ് ചാക്ക് നിറയെ അദ്ദേഹം വസ്ത്രങ്ങൾ നൽകിയതും. ഇപ്പോഴും അതില് മാറ്റം വന്നില്ല. ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നൌഷാദിന്റെ വലിയ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം മുന്നേ വെറുതെ ഒന്ന് ഓർത്തു പോയതാണ്, പക്ഷെ വീണ്ടും ആ മനുഷ്യൻ തിരിച്ചെത്തി. ഒരു ദുരന്തം സഹായിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ സഹായിക്കുന്നവന്റെ തൊട്ടടുത്തതൊന്ന് അന്വേഷിച്ചാല് കാണാം ദാരിദ്ര്യത്തിന്റെ കാണാപ്പാടങ്ങള്. സത്യത്തിലെ ഇദ്ദേഹത്തെ പോലെ ഉള്ളവർ ഇവരാണ് ഭൂമിയിലെ മാലാഖമാർ. അന്നത്തെ അത്താഴത്തിന് മാത്രം കഴിവുള്ള യാതൊരു സാമ്പത്തികമില്ലാത്ത കൊച്ചു കൊച്ചു വ്യാപാരികള് എത്ര ചെറുതായാലും എത്ര വലുതായാലും അവർ തരുന്ന സംഭാവനകള് മഹത്തരങ്ങളാണ്. എത്ര പറഞ്ഞാലും മതിവരാത്തതത്രയും എന്നിങ്ങനെ പോകുന്നു കമന്റുകള്. 2.2019 പ്രളയ സമയത്ത് ബ്രോഡ്വേയിലെ ഫുട്പാത്തിലുള്ള ചെറിയ കടയില് നിന്ന് ചാക്കുകെട്ടില് നിറച്ച് നൌഷാദ് വസ്ത്രങ്ങൾ നൽകുന്ന വീഡിയോയും വൈറല് ആയിരുന്നു. കൊച്ചി വൈപ്പിനടുത്ത് മാലിപ്പുറം സ്വദേശിയായ നൌഷാദ്, നമ്മള് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവയൊന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ ഇന്ന് എന്ത് നൽകിയാലും ദൈവം എനിക്ക് പകരം തരും. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് എന്നാണ് അന്ന് നൌഷാദ് പറഞ്ഞത്. നാട്ടുകാരെ സഹായിക്കുന്നതാണ് എന്റെ ലാഭം എന്ന് അന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഉള്ളിൽ തട്ടിയായിരുന്നു. ഇന്നും ആ നന്മയ്ക്ക് കുറവ് വന്നിട്ടില്ല. ഏത് വിപത്തിലും ഒറ്റക്കെട്ടായി നിൽക്കും. വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ബിഗ് സല്യൂട്ടുമായി ദുൽഖർ. ഏത് ആപത്തിലും ഒറ്റക്കെട്ടായി കേരളത്തിലുള്ളവർ നിൽക്കുമെന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് വയനാട്ടില് നടക്കുന്നതെന്ന് ദുൽഖർ സൽമാൻ. ധീരയുടെയും അർപ്പണബോധത്തിന്റെയും അവിശ്വസനീയമായ കാഴ്ചയാണ് വയനാട്ടില് കാണുന്നതെന്ന് താരം പറഞ്ഞു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ദുൽഖർ സൽമാൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. സൈനിക ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഓരോ വ്യക്തികൾക്കും ബിഗ് സല്യൂട്ട്. ഏതു വിപത്തിലും ഒറ്റക്കെട്ടായി നമ്മള് നിൽക്കുമെന്നും വിളിച്ചോതുന്ന പ്രവർത്തനമാണ് വയനാട്ടില് നടക്കുന്നത്. ദുരന്തം വിതച്ച പ്രദേശത്ത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെ ഹൃദയം കൊണ്ട് ചേർത്തു പിടിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾ അവർക്കൊപ്പം എന്നും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ ഞാൻ ഉള്ളുകൊണ്ട് ചേർത്തു പിടിക്കുന്നു. ഐക്യദാർഢ്യത്തിന്റെയും ധീരയുടെയും അർപ്പണബോധത്തിന്റെയും അവിശ്വസനീയമായ കാഴ്ചയാണ് വയനാട്ടില് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ വേദന ശമിപ്പിക്കട്ടെ. സൈനിക ഉദ്യോഗസ്ഥർക്കും പ്രാദേശിക തലത്തിലെ രക്ഷാപ്രവർത്തനത്തിനായെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും സഹായിക്കാൻ കരങ്ങൾ നീട്ടുന്ന ഓരോരുത്തർക്കും ബിഗ് സല്യൂട്ട്.
എന്തു സംഭവിച്ചാലും ഒറ്റക്കെട്ടായി നിൽക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് നമ്മള്. വയനാടിനും കാലവർഷക്കെടുതിയില് നാശം വിതച്ച ഓരോ പ്രദേശത്തിനും എന്റെ പ്രാർത്ഥനകള് കൂടിയുണ്ടാകും. താരം കുറിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തില് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി സാങ്കേതികം മാത്രമാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതിനാലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്നും മന്ത്രി വീണ ജോർജ്. ഭാവിയിലെ ബന്ധുക്കൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നടപടിയെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തില് പെട്ട് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം വന്നത്. വളരെ പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. നിലമ്പൂരിൽ നിന്ന് എത്തുന്ന മൃതദേഹങ്ങള് സൂക്ഷിക്കാനുള്ള സജ്ജീകരണമുണ്ട്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന്റെ സങ്കീർണതകളില്ല. കൂടുതൽ ഫ്രീസറുകള് മറ്റ് ജില്ലകളില് നിന്നും എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ചൂരൽമലയിലെ ഉരുൾപൊട്ടലില് നിന്ന് രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരല് മലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിന്റ് സൗകര്യമൊരുക്കാൻ തീരുമാനമായി. ബുധനാഴ്ച രാവിലെ വയനാട് കലക്ടറേറ്റില് ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത്. മെഡിക്കൽ പോയിന്റിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കും. കൂടാതെ ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും നിയോഗിക്കും. കോഴിക്കോട്, തലശ്ശേരി ഉൾപ്പെടെ 4 സഹകരണ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വയനാട്ടിലേക്ക് വരാൻ തയ്യാറാണെന്ന് സഹകരണ മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന പോയിന്റില് വെള്ളം വിതരണം ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇവിടെയും ആരോഗ്യ ടീമിനെ നിയോഗിക്കും. ചൂരൽമലയിൽ JCB നിൽക്കുന്ന സ്ഥലം മുതൽ കൺട്രോൾ റൂം വരെ ആവശ്യത്തിന് ലൈറ്റ് എത്തിക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട് നിന്നും മറ്റും അസ്ക ലൈറ്റുകൾ ഉടനടി എത്തിച്ചത് വളരെയധികം ഉപകാരപ്രദമായതായി മന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തില് മന്ത്രിമാരായ P.A. മുഹമ്മദ് റിയാസ്, A.K. ശശീന്ദ്രൻ, V. അബ്ദുറഹ്മാൻ, K. കൃഷ്ണൻകുട്ടി, G.R. അനില്, O.R. കേളു, രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന പ്രത്യേക ഉദ്യോഗസ്ഥൻ ശ്രീരാം സാംബശിവറാവു, ADM K. ദേവകി എന്നിവർ പങ്കെടുത്തു. വയനാട്ടിലേത് വന ദുരന്തമെന്നും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ 2018-ലും 2019-ലും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞു. ഗവർണർ ക്യാമ്പുകള് സന്ദർശിക്കും. മുണ്ടക്കൈയില് അവശേഷിക്കുന്നത് 30 വീടുകള് മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതര്. പഞ്ചായത്ത് രജിസ്റ്റർ പ്രകാരം 100-ലധികം വീടുണ്ടായിരുന്നുവെന്നും പഞ്ചായത്ത് അറിയിച്ചു. ഉരുൾപൊട്ടല് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് പുതിയ റിലീസുകളും പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളുമെല്ലാം റദ്ദാക്കി മലയാള സിനിമ. പ്രാർത്ഥനയോട് താരങ്ങള് കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് പുതിയ റിലീസുകളും പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളുമെല്ലാം റദ്ദാക്കി മലയാള സിനിമ. വയനാട്ടിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തങ്ങളുടെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് പ്രഖ്യാപനം മാറ്റിവെക്കാന് തീരുമാനിച്ചതായി നിർമ്മാതാവ് ലിസ്റ്റിന് സ്റ്റീഫന് പറയുന്നു. ടോവിനോ തോമസ് നായകനാകുന്ന അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് പോസ്റ്റ് ചെയ്യാനായിരുന്നു നിർമ്മാതാക്കള് തീരുമാനിച്ചത്. എന്നാൽ ദുഃഖസൂചകമായി സിനിമ അപ്ഡേറ്റ് പ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചതായി നിർമ്മാതാക്കളായ മാജിക് ഫ്രെയിംസ് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. മഞ്ജു വാര്യരും വിശാഖ് നായരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഫൂട്ടേജിന്റെ നിർമ്മാതാക്കള് വയനാട് ദുരന്തത്തെ തുടർന്ന് തങ്ങളുടെ സിനിമയുടെ റിലീസ് തീയതി മാറ്റിവെച്ചു. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് ഞങ്ങളുടെ സിനിമയുടെ റിലീസ് മാറ്റിവെക്കുന്നു എന്ന് നിർമ്മാതാക്കള് സോഷ്യൽ മീഡിയയില് കുറിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങള് മുൻകരുതല് പോസ്റ്റുകള് പങ്കിടുകയും ദുരന്ത പശ്ചാത്തലത്തില് സുരക്ഷിതരായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ച് നടത്താനിരുന്ന എന്റർടൈൻമെന്റ് അവാർഡ് നൈറ്റിനെ കുറിച്ചുള്ള വാർത്താസമ്മേളനം താരസംഘടനയായ അമ്മ റദ്ദാക്കി. പ്രാർത്ഥനയോട് താരങ്ങള് ഈ ദുരന്തത്തിലെ തങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് എന്നും പറയുന്നുണ്ട്. നടി നിഖില വിമല അവശ്യ സാധനങ്ങള് ശേഖരിക്കുന്ന കളക്ഷൻ സെന്ററില് സജീവമായി പ്രവർത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയില് വൈറലാകുന്നത്. മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തില് വയനാടിനായി മറ്റു താരങ്ങളും രംഗത്തു വന്നിട്ടുണ്ട്.
സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് സുരക്ഷിതരായി കഴിയാനും യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലുമാണ് തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ജാഗ്രത നിർദ്ദേശം പങ്കുവച്ചത്. ഇതിനു പുറമെ ടോവിനോ തോമസ്, ഭാവന, മഞ്ജു വാര്യർ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരും കൺട്രോൾ റൂം ഫോൺ നമ്പറുകളുടെ കാർഡ് പോസ്റ്റ് ചെയ്ത് സമൂഹ മാധ്യമത്തിലൂടെ എത്തിയിട്ടുണ്ട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലില് അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നാടിന് വിജയ. അപകടത്തില് അഗാധമായ ദുഃഖമുണ്ടെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്കൊപ്പം തന്റെ പ്രാർത്ഥനകളുണ്ടെന്നും വിജയ് അറിയിച്ചു. തന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടല് അപകടത്തില് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്റെ ചിന്തകളും പ്രാർത്ഥനകളും ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ്. ദുരിതബാധിതർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തില് നൽകണമെന്ന് സർക്കാർ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു, വിജയ് എക്സില് കുറിച്ചു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടല് സാഹചര്യത്തില് നേരത്തെ തന്നെ തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. 5 കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ കേരളത്തിന് ധനസഹായം പ്രഖ്യാപിച്ചത്. രക്ഷാപ്രവർത്തന സംഘത്തെയും മെഡിക്കൽ സംഘത്തെയും കേരളത്തിലേക്ക് അയക്കുന്നുണ്ടെന്നുമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് അറിയിച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടല് ദുരന്തത്തില് ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തില് തമിഴ്നാട് പങ്കുചേരുന്നു. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി ഞങ്ങൾ 5 കോടി രൂപ നൽകുന്നു. IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തില് 2 സംഘങ്ങളെ സഹായിക്കാൻ അയക്കുന്നുണ്ട്. ഇത് കൂടാതെ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീമിനെയും അയക്കുന്നുണ്ടെന്നും MK സ്റ്റാലിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും തമിഴ്നാടിന്റെ പിന്തുണയും ദുരിതത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും MK സ്റ്റാലിന് അറിയിച്ചു.